നിങ്ങൾ ചിന്തിക്കണം. ഈ ഭർത്താവിന് മാത്രം ആസ്വദിക്കാനുള്ള പൊന്നിന്റെ തൂക്കം ഉമ്മാക്കും പെങ്ങൾക്കും നോക്കേണ്ടതില്ല, നോക്കിയിട്ട് കാര്യവുമില്ല. ഒന്നുകൂടി പറയട്ടെ, ഒരു പെൺകുട്ടി മരിച്ചാൽ ആ മരിച്ച പെൺകുട്ടിയുടെ പൊന്നിന്റെ പകുതി അവകാശം ഭർത്താവിന് ലഭിക്കും. മക്കളില്ലെങ്കിൽ, മക്കൾ ഉണ്ടെങ്കിൽ 4-1 കിട്ടും. ഇതുപോലെ ഭർത്താവിന്റെ സ്വത്തിന്റെ അവകാശം ഭാര്യയ്ക്ക് 4-1 കിട്ടും. മക്കളില്ലെങ്കിൽ, മക്കൾ ഉണ്ടെങ്കിൽ 8-1 കിട്ടും. പക്ഷേ ഭർത്താവിന്റെ ഉമ്മാക്ക് ഒരു പണത്തൂക്കം അവകാശം കിട്ടൂല, പെങ്ങൾക്കും കിട്ടൂല, ചേട്ടനും കിട്ടൂല, അനുജനും കിട്ടൂല, ബാപ്പക്കും കിട്ടൂല. അതുകൊണ്ട് അവരത് നോക്കേണ്ടതില്ല. അത് ഭർത്താവ് മാത്രം നോക്കേണ്ട ഒരു സംഗതിയാണ്. പൊന്ന് ഉണ്ടോ ഇല്ലേ, വേണോ വേണ്ടേ, അവർക്കത് മറ്റുള്ളവർക്ക് അതിൽ ഇടപെടേണ്ടതില്ല. പക്ഷേ അങ്ങനെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ മനസ്സിന് ടെൻഷനാക്കിയാൽ ആ പെൺകുട്ടി നിങ്ങളെ മകന്റെ റൂമിലേക്ക്, മകന്റെ പ്രൈവറ്റ് റൂമിലേക്ക് ഈ പെൺകുട്ടി കയറി പോകുന്ന സമയത്ത് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കയറി വരികയാണ്. ആ പെൺകുട്ടിയോട് നിങ്ങളെ മകൻ ചോദിക്കുകയാണ്, എന്തിനാ നീ കരയുന്നത്? അപ്പൊ ആ പെൺകുട്ടി പറയുന്ന മറുപടി, നിങ്ങളെ ഉമ്മാരെ കൊണ്ട് അടുക്കളയിൽ നിൽക്കാൻ കഴിയുന്നില്ല, പെങ്ങന്മാരെ കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല, പൊന്ന് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിങ്ങനെ ശല്യം ചെയ്യുന്നു, അല്ലെ ഭംഗി കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്നു എന്നൊരു മറുപടി നിങ്ങളെ മക്കളോട്, നിങ്ങളെ മക്കളെ ഭാര്യമാര് പറഞ്ഞാൽ, ഉമ്മമാരെ, ഇന്നലെ വരെ സന്തോഷത്തിൽ ജീവിച്ച എന്നെ ഇന്ന് വിവാഹം കഴിച്ചപ്പോൾ എന്റെ ഉമ്മ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ, എനിക്ക് ടെൻഷനല്ലേ ഉമ്മ സമ്മാനിച്ചത് കല്യാണത്തിലൂടെ, എനിക്ക് ടെൻഷനല്ലേ എന്റെ പെങ്ങൾ സമ്മാനിച്ചത് എന്റെ കല്യാണത്തിലൂടെ എന്നൊരു ചിന്ത നിങ്ങളെ മക്കളെ മനസ്സിൽ വളർന്നാൽ അത് ഉമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും അവരെ മനസ്സിൽ കുറക്കാനേ കാരണമാകൂ. അതുകൊണ്ട് ഉമ്മമാരെ, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഏർപ്പെട്ട് നിങ്ങളെ മക്കളെ സ്നേഹം നിങ്ങൾ നശിപ്പിക്കരുതേ. ഒന്നുകൂടി പറയട്ടെ, ഇപ്പോൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ നിങ്ങളാണ് വീട്ടിലെ രാജാവ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ പവറാണ്. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ രോഗത്തിൽ കിടക്കുമ്പോ സ്വന്തം നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയൂല, നിങ്ങളെ വീടരിക്കാൻ കഴിയൂല, വസ്ത്രമലക്കാൻ കഴിയൂല, മരുന്നെടുത്ത് കുടിക്കാൻ കഴിയൂല, ചിലപ്പോ നിങ്ങളെ ബാത്റൂമിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകേണ്ട ഒരു സമയമുണ്ട്. അപ്പോൾ നിങ്ങളെ പെൺമക്കളെ പലപ്പോഴും നിങ്ങൾക്ക് കിട്ടൂല. കാരണം ആ പെൺമക്കൾ അവരെ ഭർത്താവിന്റെ കസ്റ്റഡിയിലാണ്. നിങ്ങളെ വീട്ടിൽ ഉണ്ടാകുന്ന നിങ്ങൾ ആൺമക്കളെ ഭാര്യമാരാണ്. ആ ആൺമക്കളെ ഭാര്യമാർ നിങ്ങളവര് വന്ന ഉടനെ, അവരാ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഉടനെ നിങ്ങൾ പരമാവധി അവരെ ശല്യപ്പെടുത്തിയവരാണെങ്കിൽ നിങ്ങൾ ഈ രോഗത്തിൽ കിടക്കുന്ന സമയത്ത് അവരുടെ സ്നേഹം തിരിച്ചു നിങ്ങൾക്ക് കിട്ടൂല. ഈ ഉമ്മാന്റെ വസ്ത്രം സ്നേഹത്തോടെ അവർ അലക്കൂല, ആ ഉമ്മാക്ക് ഭക്ഷണം കൃത്യമായി എത്തിച്ചു കൊടുക്കൂല. അപ്പോൾ നിങ്ങൾ കൈകടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ പ്രായമുള്ള സമയത്ത് ഈ പെൺകുട്ടികളുടെ സ്നേഹം തിരിച്ചു കിട്ടണോ? നിങ്ങളെ വീട്ടിലേക്ക് പെൺകുട്ടികൾ വന്ന സമയത്ത് നിങ്ങൾ സ്നേഹം കൊടുക്കണേ. ഒന്നുകൂടി ഞാനിവിടെ പറയട്ടെ, ഓ സഹോദരിമാരെ, നമ്മളതാ ഒരു പെൺകുട്ടി നമ്മളെ വീട്ടിലേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുവന്നാൽ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ കയ്യിലോ കയ്യും പിടിച്ചിട്ടില്ലേ, ചുമലില് കയ്യും വെച്ച് തലയിൽ കയ്യും വെച്ചിട്ട് ഈ ഉമ്മ പറയുന്ന, മോളെ നീ എന്റെ മോളാണ്, എന്റെ മകന്റെ ഭാര്യയായ നീ എന്റെ മോളാണ്, എന്റെ സ്വന്തം മകളെക്കാൾ നിന്നെ ഞാൻ നോക്കും, നിന്നെ ഞാൻ സ്നേഹിക്കും, നീ എന്നെ നിന്റെ ഉമ്മയെ പോലെ കരുതണം, നിനക്ക് എന്ത് പ്രശ്നമുണ്ടോ എന്നോട് പറഞ്ഞു, നിന്റെ ഭർത്താവ് എന്റെ മകനാണ്, അവൻ വേണ്ടാത്ത വല്ലതും പറഞ്ഞാൽ നീ എന്നോട് പറയണം, അവനെ എനിക്കറിയാൻ നന്നാക്കി എടുക്കാൻ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഒരു ധൈര്യം കൊടുത്താൽ ആ പെൺകുട്ടിക്ക് ഈ ഉമ്മയോടുണ്ടാകുന്ന സ്നേഹം ഒരു കാലത്തും മറന്നു പോകൂല. ആ ഉമ്മ പ്രായമായാൽ ആ
പെൺകുട്ടി ഭർത്താവിനോട് പറയും, ഒരു പെങ്ങളെയും നിങ്ങൾ കൂട്ടണ്ട, എന്റെ ഉമ്മയാണ് നിങ്ങളെ ഉമ്മ, എന്റെ ഉമ്മയാണ്, ആ ഉമ്മാനെ ഞാൻ നോക്കിക്കോളും. എന്റെ ഉമ്മ മരിക്കുമ്പോൾ എന്റെ മടിയിൽ കിടന്ന് മരിക്കണമെന്ന് അതാ ആ പെൺകുട്ടി ആഗ്രഹിക്കും. സ്വന്തം ഉമ്മയെക്കാൾ ആ പെൺകുട്ടി സ്നേഹിക്കും. അതിന് നിങ്ങൾ സ്നേഹം അങ്ങോട്ട് കൊടുക്കണേ. അപ്പൊ നിങ്ങൾ ആൺകുട്ടികളെ സ്നേഹവും ആൺകുട്ടികളെ ഭാര്യമാരുടെ സ്നേഹവും രണ്ടും നിങ്ങൾക്ക് നേടാനുള്ള മാർഗം വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടികളോട് നല്ല പെരുമാറ്റം ഉണ്ടാകലാണ് ഉമ്മമാരെ. ഇത് നിങ്ങളെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്, എന്നോട് കംപ്ലൈന്റ് വേണ്ട, നിങ്ങളെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇനി ഒരക്ഷരം എന്റെ പെൺകുട്ടികളോട് പറയട്ടെ, നിങ്ങളെ സ്വന്തം ഉമ്മയേക്കാൾ നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മാനെ നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങളെ സ്വന്തം ബാപ്പയേക്കാൾ നിങ്ങളെ ഭർത്താവിന്റെ ബാപ്പാനെ നിങ്ങൾ പരിഗണിക്കണം. അതേ, നിങ്ങളെ ഭർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണത്. നിങ്ങളുടെ ഭർത്താക്കന്മാർ ദുബായിലോ ഖത്തറിലോ സൗദിയിലോ കുവൈറ്റിലോ ബഹ്റൈനിലോ ഒമാനിലോ ഏത് ഗൾഫ് രാജ്യങ്ങളിലോ ജപ്പാനിലോ ബ്രിട്ടനിലോ അമേരിക്കയിലോ ഏത് ലോകത്താണെങ്കിലും ശരി, നിങ്ങൾ സ്വന്തം ഉമ്മാനെ സംബന്ധിച്ച് മക്കളോ അതാ മക്കളോട് കംപ്ലൈന്റ് പറയുമ്പോ, ഉമ്മ അങ്ങനെ പറഞ്ഞു, പെങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് കംപ്ലൈന്റ് പറയുമ്പോ ആ വിദേശ രാജ്യങ്ങളിലുള്ള പാവപ്പെട്ട ആൺകുട്ടികളെ മനസ്സ് വേദനിക്കുന്നു, അവര് ടെൻഷനാകുന്നു. നാടും വീടും വിട്ട് അധ്വാനിക്കുന്ന ആ ചെറുപ്പക്കാർക്ക് സമാധാനം കൊടുക്കണേ. പെൺകുട്ടികളെ കുറച്ചൊക്കെ ക്ഷമിക്കാൻ പഠിക്കണേ, കുറച്ചൊക്കെ സഹിക്കാൻ പഠിക്കണേ. സ്വന്തം ബാപ്പവുമ്മയെ പോലെ ഭർത്താവിന്റെ ബാപ്പനെയും ഉമ്മനെയും കാണാൻ പഠിക്കണേ. അത് നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾക്കുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അത് പെൺകുട്ടികളോട് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. എനിക്കറിയാം സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയും തന്നിട്ട് എത്ര ആൺമക്കൾ ആൺകുട്ടികളാണ്. അതാ ഉസ്താദേ, ഉമ്മയും ഭാര്യയും തമ്മിൽ ഒക്കുന്നില്ല, പെങ്ങളും ഭാര്യയും തമ്മിൽ ഒക്കുന്നില്ല, ഒന്ന് ദ്വാ ചെയ്യണേന്ന് സങ്കടം പറയുന്ന എത്ര ചെറുപ്പക്കാരാണ്. ഉമ്മാന്റെ ശല്യം കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ലെന്ന് സങ്കടം പറയുന്ന എത്ര പെൺകുട്ടികളാണ്. അതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചതേ ഉള്ളൂ. സർവ്വ